നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. തകൃതി നടക്കരുതേ, തരികിടയൊന്നും ചെയ്യരുതേ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വിവിധങ്ങളായ കഴിവുകളുണ്ട്. ഉണ്ടോ? കഴിവുകളുണ്ട്. പാടാൻ കഴിവുള്ളവരൊന്ന് കൈപൊക്കിക്കേ. പാടാൻ കഴിവുണ്ട്. നന്നായിട്ട് കൈപൊക്കണം. നന്നായിട്ട് പോരെ 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 നന്നായിട്ട് കൈപൊക്കുക. പാടാൻ കഴിവുള്ളവർ കൈതാത്തിട്ടുള്ളൂ. പ്രസംഗിക്കാൻ കഴിവുള്ളവർ കുറവാ അല്ലേ? ശ്രമിച്ചാൽ സാധിക്കില്ലേ? ഒരു കോച്ച് പ്രസംഗം പഠിച്ച് പറയാൻ പറ്റില്ലേ? പറ്റും, തീർച്ചയായിട്ടും പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, സ്പോർട്സിൽ ഓടാനും ചാടാനും ഒക്കെ കഴിവുള്ളവർ? എല്ലാവർക്കും കഴിവുണ്ടാവും, കാരണം എല്ലാവരും ദിവസവും ഓടുകയും ചാടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും ഒന്നല്ല ഒന്നിലേറെ കഴിവുകളുണ്ട്. കഴിവുകൾ ഉറക്കമാണ്. അതിന് എന്ത് ചെയ്യണം? അതിനെ ഉണർത്തണം നമ്മൾ. കഴിവേ ഉണരുക, കഴിവേ ഉണരുക, ഉണർത്തിയെടുക്കണം. ഉണർത്തിയെടുക്കണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. ചുമ്മാ കഴിവേ ഉണരുക എന്ന് പറഞ്ഞാൽ മാത്രം ഉണരുന്നു വരുമോ? ഇല്ല. അപ്പം നമുക്ക് കഴിവുണ്ടെന്ന് ആദ്യമായിട്ടൊന്ന് തിരിച്ചറിയണം. നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് ഇന്ന കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുക. എനിക്ക് തന്നെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പപ്പയോട് ചോദിക്കാം, മമ്മിയോട് ചോദിക്കാം, അധ്യാപകരോട് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് നമ്മളെ തിരിച്ചറിയാം. ഇന്നത്തെ പ്രതിഭാശാലികളായ പലരും ആ രംഗത്തെത്തിയത് ഒന്നെങ്കിൽ അധ്യാപകർ ആ കഴിവുകൾ കണ്ടെത്തി പറഞ്ഞു കൊടുത്തു, കുഞ്ഞിന് ഇന്ന കഴിവുണ്ട്. ആ കഴിവ് തിരിച്ചറിഞ്ഞപ്പോൾ ആ കഴിവിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി കുതിച്ചു. അങ്ങനെ ജീവിത വിജയത്തിൻ്റെ ഉത്തമ സോപാനത്തിലേക്ക് എത്തിച്ചേർന്ന വ്യക്തികളെ നമുക്കറിയാം. അപ്പം നമ്മൾ ഓർക്കുക, നമ്മിലുള്ള കഴിവുകൾ നമ്മളിങ്ങനെ പുറമേ നോക്കുമ്പോൾ പെട്ടെന്നൊന്നും കാണാൻ സാധിച്ചെന്ന് വരില്ല. എൻ്റെ ഇരിക്കുന്ന ബോക്സ് കണ്ടോ? പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലും എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് നമുക്ക് ആർക്കും കണ്ടെത്താൻ പറ്റില്ല. ഇനി ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ് നിനക്ക് ഒരു കഴിവും ഇല്ല, നീ രക്ഷപ്പെടില്ല, നീ മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ട് ഒരു എനിക്ക് ഇന്ന കഴിവുണ്ട്, ഒരവസരം തരുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉടമ നിന്നെ കണ്ടിട്ടൊന്നും ഒരു കഴിവുള്ളതായിട്ട് തോന്നുന്നില്ല, കഴിവില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടു. ആ ചെറുപ്പക്കാരൻ ഒത്തിരി ദുഃഖത്തോടെ വേദനയോടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിലേക്ക് പോയി. പിന്നീട് ആ മനുഷ്യൻ നിരാശപ്പെട്ടില്ല. ആ മനുഷ്യൻ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് തന്നെ പോയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? വലിയൊരു പ്രതിഭാശാലിയായിട്ട് മാറി, നിരവധി അവാർഡുകളൊക്കെ വാങ്ങുന്ന വ്യക്തിയായിട്ട് മാറി. ഒന്ന് നോക്കിയേ, ആ വ്യക്തിയുടെ അടുത്ത് ചെന്നപ്പോൾ കഴിവില്ല എന്നും പറഞ്ഞിട്ട് ഇറക്കി വിട്ടതാണ്, പക്ഷെ കഴിവുണ്ടായിരുന്നു. അപ്പോൾ കണ്ടെത്താൻ നമുക്ക് കണ്ടെത്തി അതിനെ വളർത്തണമെങ്കിൽ പ്രോത്സാഹനവും ആവശ്യമാണ്. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഇത് നിങ്ങളാണെന്ന് വിചാരിക്കൂ. ഒരു ഡൈ ആയിട്ട് നമ്മൾ ഇതിനെ കാണുക, കണ്ടല്ലോ, കണ്ടു. അപ്പം നമ്മിൽ വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മളെങ്കിലും ഇത് തിരിച്ചറിയുകയാണ്. ഞാൻ ഈ ബോക്സ് നിങ്ങളുടെ കൺമുമ്പിൽ നോക്കുക, ഇതിനുള്ളിലേക്ക് എടുത്ത് വെക്കുക. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഞാൻ ഇതിനുള്ളിലേക്ക് വെച്ചു, ഇത് ഞാൻ അടയ്ക്കുന്നു, കണ്ടോ? അപ്പോൾ നമുക്ക് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നമ്മൾ വളരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു പോകരുത്. ആരാണേലും ശരി, നമ്മുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഒത്തിരി അവസരങ്ങൾ നമുക്ക് കിട്ടുന്നില്ലേ? ഇല്ലേ? സ്കൂളിൽ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നൊരിടത്ത് ഇങ്ങനെ ഒരു ബന്ധു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കല്യാണ പരിപാടിക്ക് പോയി, അവിടെയും ചില അവസരങ്ങൾ കിട്ടും. ചിലപ്പോൾ അച്ചാറ് വിളമ്പാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലേ, നമ്മളെ വിളിച്ച്. അപ്പോഴും ആ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാവും, നമ്മളാകുന്ന ഒരു ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വരാം. പക്ഷെ ഓർക്കൂ, ആ വ്യക്തിയിൽ മഹത്വമുള്ളൊരു മഹാത്മാവുണ്ട്. നിങ്ങൾ നാളത്തെ IAS-കാരും IPS-ഉം എയർ ഹോസ്റ്റസും പൈലറ്റും കവിയും കലാകാരനും പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞതുപോലെ വലിയൊരു പ്രതിഭ നിങ്ങളുടെ ഉള്ളിൽ മുടങ്ങിക്കിടപ്പുണ്ട്. അതിനെ ഞാനൊന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പോവാം. ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു, അതിനുശേഷം ഞാൻ ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പരിശോധിച്ചു. അവിടെ നിർത്തുകയല്ല, നമ്മൾ അവസരങ്ങൾ ഒന്ന് പ്രയോജനപ്പെടുത്തിയപ്പോൾ നമ്മുടെ കഴിവുകൾ, കൊച്ചു കൊച്ചു കഴിവുകൾ, അത് വലിയ വലിയ കഴിവുകളാക്കി കണ്ടെത്തി സമൂഹത്തിൻ്റെ, സഭയുടെ, വ്യക്തികളുടെ, കുടുംബത്തിൻ്റെ ഒക്കെ നന്മയ്ക്ക് വേണ്ടി അത് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അത് നോക്ക്, നമ്മളൊന്ന് കണ്ടെത്താൻ പോവുക. കണ്ടെത്തുക പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക പ്രധാനപ്പെട്ടതാണ്. ആദ്യം നമ്മൾ കണ്ടതായ കൊച്ചു കാര്യമായിരുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കൂ, ഓരോ വ്യക്തിയിലും ഇപ്രകാരമുള്ള കഴിവുകൾ കണ്ടോ, ധാരാളം കഴിവുകളുണ്ട്. കഴിവുകൾ കണ്ടെത്തുക. പാടുക, ആടുക മാത്രമല്ല, ഓടുക എന്നുള്ളത് മാത്രമല്ല, ഭക്ഷണം കഴിക്കാനുള്ളൊരു കഴിവുണ്ടെന്ന് കണ്ടെത്തുകയല്ല, അതിലപ്പുറം വ്യത്യസ്തങ്ങളായ പല കഴിവുകളും നമ്മൾ വളർത്തിയെടുക്കണം. കഴിവുകൾ നമ്മൾ ഉപയോഗിക്കണം. കണ്ടോ, അത് പുറത്തെടുക്കും തോറും ഇങ്ങനെ കഴിവുകൾ വളർന്നുകൊണ്ടിരിക്കുക. ഉണ്ടല്ലോ, പുറത്തെടുക്കും തോറും കഴിവുകൾ വളർന്ന് ഉയർന്ന് വരിക. ഇനി ഞാൻ ഒരു ചെറിയ ഒരു കട്ട നമ്മൾ ആദ്യം കണ്ടായിരുന്നല്ലോ, ഡൈബോളോട് ഒരു കട്ട ഇതിലേക്ക് ഇട്ടു, നമ്മൾ അടച്ചതൊക്കെ കണ്ടതാണ്. വീണ്ടും ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ ബോക്സ് കാണിക്കുന്നു. ശ്രദ്ധയോടെ നോക്കുക. ഒരു തടി കൊണ്ടുള്ള ബോക്സാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ നല്ല കരുത്തുള്ളവരാണ്, കഴിവുള്ളവരാണ്. കഴിവുകൾ കണ്ടെത്തുക, കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, അധ്യാപകർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, അല്ലേ? അങ്ങനെ നേതൃത്വ നിരയിലുള്ളവരൊക്കെ ഈ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ വീട്ടിലെ മമ്മി നല്ല കറി വെച്ചാൽ പപ്പ പറയണം നല്ല കറിയായിരുന്നു പറഞ്ഞാൽ മമ്മിക്ക് ഇഷ്ടമായി, അല്ലേ? മമ്മി വീണ്ടും നല്ല കറി വെച്ച് കൊടുക്കും. അതേസമയത്ത് നല്ല കറി വെച്ച് കൊടുത്തപ്പോഴും പപ്പ പറയുക ഇതെന്തിനു കൊള്ളാമെന്നാ ചോദിക്കുന്നതെങ്കിൽ മമ്മിയുടെ കറി ചിലപ്പോൾ പിന്നെയും മോശമായി പോകും, അല്ലേ? അപ്പോൾ നമ്മൾ പ്രോത്സാഹനം കിട്ടാം. ചിലപ്പോൾ തട്ടും കിട്ടും, ചിലപ്പോൾ തലോടലും കിട്ടും. മനസ്സിലായോ? ഇനിയിപ്പോൾ ഒരല്പ പ്രോത്സാഹനം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇട്ടുപേക്ഷിച്ച് പോവുകയാണോ? അല്ല. വീണ്ടും നമ്മൾ ആ ബോക്സ് തുറക്കാനായിട്ട് പോണു. ശ്രദ്ധയോടെ നോക്കുക. കഴിവുകൾ ഉറക്കമാണ്, അതിനെ ഉണർത്തിയെടുത്ത് നമ്മൾ ഉപയോഗിക്കുക. കണ്ടോ, നമ്മളൊരു കൊച്ചു ബോക്സിലാണ് തുടങ്ങിയത്. ഈ ബോക്സിൽ നിന്നാണ് ഈ കാണുന്നതായ കാര്യങ്ങളെല്ലാം നമ്മൾ പുറമേക്ക് കൊണ്ടുവന്നത് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കിക്കേ. ഉണ്ടോ? അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തിത്വത്തിൽ, ഒരു വ്യക്തിയിലുള്ള അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ, ഞാനിപ്പോൾ ഇത് പറഞ്ഞതുപോലെ തന്നെയാണ്. എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബാഗ് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണ് ബാഗ്, കണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇതാണ് ബാഗ്. എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ ഒറ്റ നോട്ടത്തിൽ? ഇല്ല.
അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളിലും വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഉണ്ട്. ആ കഴിവുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ വളർത്തിയെടുക്കണം. അതിന് പ്രോത്സാഹനം കിട്ടിയാലും ഇല്ലേലും ഞാനൊരു വെല്ലുവിളിയായിട്ട് അത് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കണം. അപ്പം എല്ലാവരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ നല്ല ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, എനിക്ക് കഴിവ് ദൈവം തന്നിട്ടുണ്ട്, എനിക്ക് കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ആ കഴിവുകൾ തിരിച്ചറിയും. ഞാൻ ആ കഴിവുകൾ തിരിച്ചറിയും. കഴിവുകൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിനും എൻ്റെ വീടിനും മറ്റു മനുഷ്യർക്കും എൻ്റെ രാഷ്ട്രത്തിനും എൻ്റെ രാജ്യത്തിനും നന്മ ചെയ്യുവാൻ ഞാൻ ഉപയോഗിക്കും എന്നുള്ള ഉറച്ച പ്രതിജ്ഞ മനസ്സിലെടുത്തു. ചുരുക്കി പറഞ്ഞ് നമ്മളെടുത്ത പ്രതിജ്ഞ ആര് കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കുന്നുണ്ടല്ലേ? തീർച്ചയാണോ? കഴിവുകൾ ഉറക്കമാണ്, അതിനെ ഉണർത്തിയെടുത്ത് ഉപയോഗിക്കണം. കഴിവുകൾ ദൈവം നമ്മൾ തന്നിട്ടുണ്ട്. ഇതാ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ശ്രദ്ധിച്ചോളൂ. നമുക്ക് കഴിവുകൾ ഓരോന്നായി നമ്മൾ പുറത്തേക്കൊന്ന് എടുക്കുവാനായിട്ട് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. ഇത് നോക്ക്, ശ്രദ്ധിക്കുക. കഴിവുകൾ ഓരോന്ന് പുറത്തേക്ക് പോരട്ടെ എന്ന് പറഞ്ഞ് എങ്ങനെ ചുമ്മാ പോരുമോ? ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പരിശ്രമിക്കണം. വേണ്ടേ? നന്നായിട്ട് അധ്വാനിക്കുക, കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. അപ്പോൾ പരിശ്രമിക്കണം അല്ലേ? ഒരു നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ആ ഹാൻഡ് റൈറ്റിങ് എഴുതി 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 തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. ശരിയാണോ? എഴുതി എഴുതി തന്നെ ആ ഹാൻഡ് റൈറ്റിങ് മെച്ചപ്പെടുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ ധാരാളം കഴിവുകൾ കണ്ടോ, എണ്ണിയാൽ തീരാത്ത കഴിവുകൾ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കൂട് ഒരു കവറ് ഞാൻ നിങ്ങളെ കാണിച്ചത് നന്നായിട്ട് നോക്കിക്കോ, ശ്രദ്ധിച്ചു നോക്കിക്കോ. അതുകൊണ്ട് നമുക്ക് കഴിവുകൾ ഉപയോഗിച്ച് നല്ല മിടുക്കരായിട്ട് വളരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അല്ലേ? അങ്ങനെ ശാലോം ടെലിവിഷൻ ഒരുക്കുന്ന വിസ്മയ കാഴ്ച നമ്മുടെ ജീവിതത്തിൽ വലിയ വിസ്മയങ്ങൾ ഉണ്ടാകട്ടെ. അത്ഭുതകരമായിട്ടുള്ള വിസ്മയ ലോകത്തേക്ക് നമുക്ക് ധീരതയോടെ, ശക്തിയോടെ, ചങ്കുറ്റത്തോടെ ഓടണം അല്ലേ? ഓടി ആ കഴിവുകൾ എന്ന് പറഞ്ഞാൽ ആ നന്മ ചെയ്യാനാണ് കഴിവുകൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. നന്മ ചെയ്യും എന്നുള്ള ബോധ്യത്തോടു കൂടി ആയിരിക്കാം. നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം, നമുക്ക് അതിനുവേണ്ടി അധ്വാനിക്കാം. തീർച്ചയായിട്ടും ഈശ്വരൻ നമ്മൾ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ, അധ്യാപകരും ഒക്കെ നമുക്ക് പ്രോത്സാഹനം തരും. അവരൊക്കെ നമ്മളെ അനുഗ്രഹിക്കും എന്ന് ഓർക്കുക. നമുക്ക് മുറ്റത്തിറങ്ങി കുറച്ച് പച്ചക്കറികളൊക്കെ നടന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ അവരെ കൂടി വിളിക്കാം. ഐവി വാ. ഇനി നമുക്ക് മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ഉള്ള ഇത് പറയാവേ. അന്നേരം നമ്മൾ ഈ മണ്ണിന് നമ്മൾ ഈ ഇടുന്ന വളങ്ങളെല്ലാം നമുക്ക് ചെടികൾക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ pH അസിഡിറ്റി എല്ലാം കറക്റ്റ് ലെവലിലായിരിക്കണം. അപ്പം നമ്മുടെ ഇവിടുത്തെ മണ്ണിനൊക്കെ അത് ലെവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കുമ്മായം. ഇതിനി മണ്ണിലിടുന്നത് ഇട്ട് നമ്മളൊരു 20 ദിവസത്തോളം ഇതിങ്ങനെ ഈ മണ്ണിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ നമ്മളെപ്പോഴും വളമിട്ട് നടാവുള്ളൂ. അപ്പം ഇത് നമ്മളിങ്ങനെ കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ നമ്മളൊരു 20 ദിവസം 15 ദിവസമോ 20 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ നടാവുള്ളൂ. നമ്മൾ ഈ കുമ്മായം നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ചെറിയ സ്ഥലമാണെങ്കിൽ അതനുസരിച്ച് ഇടുക. ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഒരു 2 സ്പൂൺ കുമ്മായമൊക്കെ ഇട്ടാൽ മതി. അത് കഴിയുമ്പോൾ നമ്മൾ ഇതൊരു 20 ദിവസം 15 തൊട്ട് 20 ദിവസം വരെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വേണം വളമൊക്കെ ഇട്ട് ഇത് ചെയ്യാൻ. ഇനി നമുക്ക് ഇത് നേരത്തെ നമ്മൾ 2 ആഴ്ച മുമ്പ് കുമ്മായം ഇട്ട് വെച്ച ഇതുണ്ട് സ്ഥലം. അവിടെ നമുക്ക് വിത്തുകൾ നടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാവേ. അവിടെ പോയി ഇത് ചെയ്യാം. ഇത് നിങ്ങൾക്കറിയാം, ഇത് ആട്ടുംകാഷ്ടോ കമ്പോസ്റ്റും കൂടെ കൂടിയതാണേ. ഇത് ഞങ്ങളിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന. അത് നിങ്ങൾക്ക് കടകളിൽ നിന്ന് ഈ ചാണകപ്പൊടി പോലെ ഇപ്പോൾ എല്ലാ ഇങ്ങനെ വാങ്ങിക്കാനും കിട്ടും. അപ്പം നമ്മൾ ഇതില്ലെങ്കിൽ ഇതിപ്പം ആട്ടുംകാഷ്ടോ അത് നമ്മൾ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആട്ടുംകാഷ്ടം നല്ല ഇത് ചാണകപ്പൊടി ആണെങ്കിലും മതി, അല്ലെങ്കിൽ നമ്മൾ കമ്പോസ്റ്റോ എന്തെങ്കിലും ഇങ്ങനെ ഒരു വളം ഇട്ട് കൊടുക്കണം. ഇത് ചകിരിച്ചോറും കൂടെ ചേർത്തുള്ള ഇതാണേ. അത് ഈ ചകിരിച്ചോറാണെമ്പം അതിൽ വെള്ളം നല്ല ഇതായിട്ട് ഈർപ്പം നിൽക്കുവേ. അങ്ങനെ നമ്മൾ ഇതിട്ടിട്ട് പിന്നെ കുറച്ച് ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടി നമുക്ക് പാക്കറ്റിൽ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന. എല്ലുപൊടിക്കകത്താണെങ്കിൽ
ഫോസ്ഫറസ് നന്നായിട്ടുണ്ട്. അപ്പം ചെടികൾക്ക് നല്ല വളർച്ചയ്ക്കൊക്കെ നല്ല സഹായിക്കാം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഫോസ്ഫറസ്? അത് ഉണ്ട്. പിന്നെ ഇത് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയും. വേപ്പിൻ പിണ്ണാക്ക്, നീം, അത് നമ്മൾ ഇതിനിട്ട് കൊടുക്കുകയാണെങ്കിൽ ചില നിമാവിരകൾ എന്നൊക്കെ പറഞ്ഞ് ചെടികൾക്ക് കീട രോഗബാധയൊക്കെ കുറച്ച് കുറഞ്ഞ് ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചിട്ട് വേണം. ഇത് ഇച്ചിരി കട്ടിയായിട്ടായിരിക്കുന്നത്, അതിങ്ങനെ പൊടിച്ചിട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇങ്ങനെ ചെയ്ത് കഴിയും. ഇപ്പം മണ്ണ് ഇതായി. ഇനി വേണം നമ്മൾ വിത്തുകൾ നടാൻ. ഇനി ഞാൻ വിത്ത് നടുന്ന കാണിച്ചു തരാം. ഇത് കുറ്റിപ്പയറിന്റെ വിത്താണേ. കുറ്റിപ്പയറിന്റെ വിത്ത് ഇത് ഞാൻ 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാ. പയറിന്റെ വിത്താകുമ്പോൾ ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. ബാക്കി കുമ്പളം, പടവലം അങ്ങനത്തെ കട്ടിയുള്ള വിത്താണെങ്കിൽ ഒരു ദിവസം രാത്രി കുതിർത്ത് വെച്ച് രാവിലെ നടുന്നതാണ് നല്ലത്. ഇനി ഞാനിത് എങ്ങനെയാണ് മണ്ണിൽ നടുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളിത് വളമെല്ലാം ഇട്ട മണ്ണല്ലേ, അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു വിരലിൻ്റെ ഒരു ശകലം കുഴി എന്ന് പറഞ്ഞാൽ വലിയ കുഴി വേണ്ട, ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഇങ്ങനെ വിത്തിടുക. എന്നിട്ട് ശകലം മണ്ണ് കൊണ്ട് മാന്തി മൂടി വെക്കുക. മനസ്സിലായോ? ഒരു ചെറിയ കുഴി മതി. ഒത്തിരി അടിയിൽ പോയാൽ പിന്നെ ഇത് മുളച്ച് കയറി വരണ്ടേ, അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളൊരു കുഞ്ഞു കുഴി എടുത്തിട്ട് ഒരു ശകലം മണ്ണിട്ട് മൂടി വെക്കുക. മനസ്സിലായോ? നൈവിനൊന്ന് വന്ന് നോക്കിയേ. കാണിച്ച് ഒരു ചെറിയ കുഴി എന്നിട്ട് വിത്തിട്ടെ. മുടിയില്ലേ മുളക, ചെറിയ കുഴി, ഒത്തിരി വേണ്ട, കുഞ്ഞ്. എന്നിട്ട് നമ്മുടെ ഒരു വിരലിൻ്റെ ഒരു ഇത്രയും വന്നേച്ചാൽ മതി. എന്നിട്ട് ഒരു വിത്തെടുക്കുക. ഇച്ചിരി കൂടെ താന്നോട്ടെ. ഇപ്പം നമ്മൾ എല്ലാ ഇതിലും മൊത്തം നട്ട് കഴിഞ്ഞു. ഇതിനി നമ്മളൊരു എല്ലാ ദിവസവും മഴയുള്ളപ്പോഴാണെങ്കിൽ നനയ്ക്കേണ്ട, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ചെറിയ പൂവാലിക്ക് അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കണം വെള്ളം. അപ്പോൾ തളിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ഒരു 2 ദിവസം കഴിയുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ നട്ടാൽ മുളച്ചു വരുന്ന പയറിൻ്റെ വിത്താകുമ്പം പെട്ടെന്ന് മുളച്ചു വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല സന്തോഷമാണ്. നമ്മൾ നട്ടേച്ച് വേഗം മുളച്ചു വരുമ്പോഴത്തേക്കും അതും മുളച്ചു വരും. പിന്നെ നമ്മൾ ആവശ്യത്തിന് വൈകുന്നേരമൊക്കെ നനച്ചു കൊടുത്താൽ മതി. നമ്മൾ 2 ആഴ്ച മുമ്പ് നട്ടത് അവിടെയുണ്ട്, അത് മുളച്ചു വന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ച പയറ്. ഇത് നേരത്തെ നട്ടതാ. ഇത് ഇത്രയായി. ഇതിപ്പോൾ ഒരു 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ ഇതേ പൂവൊന്ന് പയറ് കിട്ടും. നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വിത്ത് കിട്ടാറില്ലേ, അപ്പോൾ അതിനകത്തുള്ളത് ഈ പയർ വിത്ത്, കുറ്റിപ്പയറിൻ്റെ വിത്ത് കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ കുറ്റിപ്പയറല്ല, ചീരവിത്തും എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ പാവുന്ന. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇതാണ് ശീമക്കൊന്നയില. നമ്മൾ ഈ വിത്തൊക്കെ നടുമ്പോൾ ഇത് നല്ലൊരു ജൈവവളമാണ്. നമ്മൾ നേരത്തെ വിത്തിട്ട തടത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ശീമക്കൊന്നയില ഇങ്ങനെ പറിച്ച് ഇങ്ങനെ ചെറിയ ഇതാക്കി വിത്തിൻ്റെ മുകളിലിട്ടാൽ ഇത് നല്ലൊരു പച്ചില വളമാണ്. അപ്പോൾ നമ്മൾ ഈ അവിടെ വിത്തിട്ടതിൻ്റെ മുകളിലും ഇതിലും എല്ലാം ഇടയ്ക്ക് ഈ ശീമക്കൊന്നയില ഇട്ട് കൊടുത്താൽ നല്ല പച്ചില വളമാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്ക് വിത്ത് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന്? അപ്പോൾ ഇനി നിങ്ങൾ തന്നെ ചെയ്യാല്ലേ, അമ്മയുടെ പോലും കൊടുക്കേണ്ട കാര്യമില്ല. ശകലം മണ്ണിങ്ങനെ കളച്ച ആദ്യം കുമ്മായി ഇടുക, പിന്നെ വളവും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വിത്തിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് മുളച്ചു വരും. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയത് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ അസുഖങ്ങളും എല്ലാം കുറഞ്ഞിരിക്കുകയും ചെയ്യും. നമുക്കറിയാം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുഴുവൻ വിഷമെല്ലാം അടിച്ച പച്ചക്കറികളാണ്. അപ്പം നമുക്കിത് നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ചീരയോ വെണ്ടയോ എന്ത് വേണേലും ഇങ്ങനെ തന്നെ നമുക്ക് നട്ടാൻ പറ്റും. കുറച്ച് സ്ഥലം മതി, അവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത നൽകാം എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്.
ഞാൻ ഇന്ന് കരുതിയ ചിന്ത ഇങ്ങനെയാണ്. 4 തരത്തിലുള്ള വ്യക്തികൾ അവരൊരിക്കലും ജീവിതത്തിൽ വിജയം കണ്ടെത്താനായിട്ട് പറ്റില്ല. നിങ്ങളൊരിക്കലും ആ 4 തരത്തിലുള്ള ആളുകളെ പോലെ ആകരുത് കേട്ടോ. ഏതൊക്കെയാണ് ഈ 4 തരത്തിലുള്ള ആളുകൾ എന്നല്ലേ? ഒന്നാമത്തെ ആള് മൂഢനായ മനുഷ്യനാണ്. നമ്മൾ വചനത്തിലൊക്കെ കാണുന്നില്ലേ, ബൈബിളിലൊക്കെ കാണുന്നില്ലേ? ഒരു മൂഢനായ മനുഷ്യൻ മണൽപ്പുറത്ത് ഭവനം പണിതു. വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, ആ ഭവനം നിലംപതിച്ചു. ബുദ്ധിമാനായ മനുഷ്യൻ അവൻ പാറപ്പുറത്ത് ഭവനം പണിയുന്നു. വെള്ളപ്പൊക്കമുണ്ടായാലും കാറ്റൂതിയാലും ആ ഭവനം അനങ്ങാതെ നിൽക്കും. നമ്മളൊക്കെ മൂഢന്മാരാകുമ്പോൾ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ആടുകളെയൊക്കെ അറക്കാൻ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വരിയായിട്ട് സന്തോഷിച്ച് തുള്ളിച്ചാടി നടന്നിങ്ങനെ പോകും. അവർ പോകുമ്പോൾ അറിയുന്നില്ല അവരെയൊക്കെ അറക്കാനാണ് കൊണ്ടുപോകുന്നത് എന്ന്. അതിലെ ആദ്യത്തെ വരിയിലുള്ള 6 ആടുകളെ അറക്കുമ്പോഴും രണ്ടാമത്തെ വരിയിൽ നിൽക്കുന്ന ആടുകളൊക്കെ അവർ പച്ചപ്പുല്ലൊക്കെ തിന്ന് സന്തോഷിച്ച് അവിടെ നിൽക്കുകയാണ്. നാളെ എന്നെ അറക്കാനുള്ളതാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇതുപോലെയാണ് ഇന്നത്തെ മനുഷ്യരൊക്കെ. അവരൊക്കെ ഇന്നത്തെ സന്തോഷത്തിൽ മതിമറന്ന് ആഘോഷിച്ച് സന്തോഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അവരാരും ചിന്തിക്കുന്നില്ല. ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ടെന്ന്, നമുക്കൊക്കെ ഒരു ലക്ഷ്യം വേണമെന്ന്, ആ ലക്ഷ്യത്തിലേക്കാണ് നാം എല്ലാവരും എത്തിച്ചേരേണ്ടതെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഈ ആടുകളെ പോലെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നവർ. അങ്ങനെ ജീവിച്ചാൽ മൂഢന്മാരെ പോലെയാകും. നമ്മുടെ ജീവിതത്തിൽ എവിടെയും ജീവിതത്തിൽ ലക്ഷ്യം കാണാനായിട്ട് സാധിക്കില്ല. അവരൊക്കെ ജീവിതത്തിൽ എപ്പോഴും പരാജയപ്പെടും. രണ്ടാമത്തെ തരത്തിലുള്ള മനുഷ്യരെ, അവരെപ്പോഴും വാദിക്കുന്നവരാണ്, ന്യായവാദം നടത്തിക്കൊണ്ടു പോകുന്നവർ. ഒരിക്കൽ ഒരു സന്യാസി, ആ സന്യാസി തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പലരും വന്ന് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെ വേറൊരു മനുഷ്യൻ, വളരെയധികം പാണ്ഡിത്യമുള്ള, നല്ലവണ്ണം പഠിച്ചിട്ടുള്ള, ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം എപ്പോഴും ന്യായവാദം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ സന്യാസിയുടെ അടുത്തേക്ക് ആളുകളെല്ലാം പോകുന്നുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ ഈ സന്യാസിയുടെ അടുത്തേക്ക് ഇദ്ദേഹം പോവുകയാണ്. സന്യാസിയെ വിളിച്ച് ചോദിച്ച്, എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിലൊന്ന് പങ്കെടുക്കണം. അങ്ങനെ സന്യാസിയുടെ അടുത്ത് വന്നു. സന്യാസിയുടെ ശിഷ്യന്മാരെല്ലാവരും പറയുന്നുണ്ട്, ആ വ്യക്തി ഒരുപാട് ന്യായവാദങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്, ഒരുപാട് വാദിക്കും, ഒരുപാട് ചോദ്യം ചെയ്യും, നമ്മുടെ വിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ സന്യാസി പറഞ്ഞു, സാരമില്ല, അദ്ദേഹം വന്നുകൊള്ളട്ടെ. അങ്ങനെ ഈ വ്യക്തി സന്യാസിയെ കാണാനായിട്ട് വരികയാണ്. സന്യാസിയുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ സന്യാസി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അപ്പോൾ തന്നെ 2 കൈയടിച്ചാലല്ലേ സ്വരമുണ്ടാവുക? ഒരു കൈയടിച്ചാൽ സ്വരമുണ്ടാകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാനായിട്ടുള്ള ഒരു കുറവ് തന്നെ അവിടെ സംഭവിക്കുകയാണ് ആദ്യം തന്നെ. പിന്നീട് അദ്ദേഹം ചോദിക്കുകയാണ്, ദൈവം ഉണ്ടോ? ഈ ചോദ്യത്തിന് സന്യാസി ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വാദമായിട്ട് അദ്ദേഹം വന്നു. എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഉടനെ ഈ സന്യാസി എഴുന്നേറ്റ് നിന്ന് വീണ്ടും അദ്ദേഹത്തെ പുകഴ്ത്തി കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വളരെ ബുദ്ധിമാനായ മനുഷ്യനാണ്, ഒരുപാട് കഴിവുകളുള്ള അറിവുള്ള മനുഷ്യനാണ് എന്നെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഈ സന്യാസി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ്, അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ്. അപ്പോൾ അവസാനം ഈ മനുഷ്യൻ സന്യാസിയോട് ചോദിക്കുകയാണ്, ഗുരു, നിങ്ങളോട് ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ എനിക്ക് ഉത്തരം തരുന്നതിന് പകരം എന്നെ പുകഴ്ത്തി പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഈ സന്യാസി പറയുകയാണ്, ഞാൻ നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞതല്ല, ഇത് എൻ്റെ വാദമാണ്. ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും അറിവുള്ള, ഇത്രയും കഴിവുള്ള നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ വാദം ഞാൻ ന്യായീകരിച്ചത്. ഉടനെ തന്നെ ആ മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരികയും അദ്ദേഹം നടത്തുന്ന ന്യായവാദങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്.
സ്നേഹമുള്ളവരെ, ഇതുപോലെ നമ്മളെല്ലാം വാദിക്കുന്നവരാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതാണ് ശരി, അതിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന അങ്ങനെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാനായിട്ട് പറ്റില്ല. മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഒന്നിലും വിശ്വാസമില്ലാത്ത മനുഷ്യരാണ്. മൂന്നാമത്തെ ആളുകൾ വിശ്വാസം, ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത് ഓടിക്കുന്ന ഡ്രൈവറോട് നമുക്ക് വിശ്വാസമില്ല. എനിക്കതിൽ യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടി ഇടിക്കുമോ, എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ വിശ്വാസമില്ലാതെ, അതൊരു മനുഷ്യനിലായാലും ദൈവത്തിലായാലും വിശ്വാസമില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് സാധിക്കില്ല. നാലാമത്തെ കൂട്ടരെന്ന് പറയുന്നത് അവർക്കെല്ലാം അറിയാം. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന്, അല്ലെങ്കിൽ എവിടേക്കാണ് പോകേണ്ടതെന്ന്, ഏതാണ് ശരിയെന്ന്, ഏതാണ് തെറ്റ് എന്ന് എല്ലാം അവർക്കറിയാം. പക്ഷേ അവർക്കുള്ള പ്രശ്നം മടിയാണ്. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് ഈ മടി തന്നെയാണ്, ലേസിനെസ്സാണ്. നമുക്കൊന്ന് പുറത്തിറങ്ങാനായിട്ട് മടി, ഒരു സാധനം വാങ്ങാനായിട്ട് പുറത്തു പോകാൻ മടി, എനിക്കൊരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് മടി, എനിക്ക് സമയമില്ല, എനിക്കെപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുക, എപ്പോഴും സ്വസ്ഥമായിരിക്കുക, ആരുടെയും കാര്യത്തിൽ ഇടപെടാതിരിക്കുക, ഒന്നിലും പങ്കുകാരാകാതിരിക്കുക, ഒരു പരിപാടിയും ചെയ്യാതിരിക്കുക. ഇതാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കൊരിക്കലും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റില്ല. സ്നേഹമുള്ളവർ, അപ്പം 4 തരത്തിലുള്ളവരാണ്. മൂഢന്മാരായി കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും പരാജയമായിരിക്കും. നമ്മൾ ന്യായവാദം നടത്തുന്നവരാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും പരാജയമുള്ളവരായിരിക്കും. വിശ്വാസമില്ലാത്തവരാണെങ്കിൽ, അത് മനുഷ്യനിലായാലും ദൈവത്തിലായാലും വിശ്വാസമില്ലാത്തവരാണെങ്കിൽ അവരെപ്പോഴും പരാജയമായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും മടി മാറ്റി വെച്ചുകൊണ്ട് എപ്പോഴും ആക്റ്റീവായിട്ട് നടക്കുന്ന പ്രവർത്തനരഹിതരായ മനുഷ്യരാണ് എപ്പോഴും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത്തരത്തിൽ ജീവിക്കുവാനായിട്ട്, അത്തരത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.